ക്യൂബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ക്യൂബോട്ട് കിങ്കോങ് സ്റ്റാർ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബോട്ട് കിങ്കോങ് സ്റ്റാർ 2 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatek dimensity 8200 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 16,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഓഫറിൽ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. MIL-STD810Hൻ്റെ സർട്ടിഫിക്കേഷനും ഇതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം മികച്ച ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല IP റേറ്റിംഗ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം മെയിൻ ഡിസ്പ്ലേയുടെ പുറമെ ഫോണിൻ്റെ ബാക്കിൽ 1.85 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെർച്വൽ റാം എന്നൊരു ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാമും കൂടി എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലി 24 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമാണ് വരുന്നത്. ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 100 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 5 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5100 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് ഏകദേശം 305 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് ഇത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും LCD പാനൽ എന്നുള്ളത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ പഞ്ച്വൽ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1500 nits ആണ്. അപ്പം ഇതിലൊരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പഞ്ച്വൽ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. $199.98 എന്ന പ്രൈസിങ്ങിലാണ് ഈ ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ അലി എക്സ്പ്രസിലൊക്കെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 27,100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പഞ്ച്വൽ ഡിസൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എന്ന് പറയായിരുന്നു. ഇപ്പോൾ മികച്ച ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്പ്ലേയും. പക്ഷേ 27,100 രൂപ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ പഞ്ച്വൽ ഡിസൈൻ ഇല്ലാത്തതും ഒരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. പഞ്ച്വൽ ഡിസൈൻ ഇല്ലാത്ത ഒരു നെഗറ്റീവും ആണ്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.